ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം അനന്തു ആണെങ്കിൽ അങ്ങോട്ട് വരികയാണ്. എനിക്ക് അകത്തേക്ക് കയറാമോ എന്ന് അനന്തു മീനാക്ഷിയോട് ചോദിക്കുമ്പോൾ അതിനെന്താ അനന്തേട്ടൻ അകത്തേക്ക് വന്നോളൂ. അനന്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മീനാക്ഷി അനന്തുവിനെ കുറ്റപ്പെടുത്തിയല്ലോ, അതായത് എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കണം, പൊസസീവ്നെസ് കൊണ്ട് ജീവിക്കരുത് എന്ന്. അതിന് പകരം ചോദിക്കാൻ തന്നെയാണ് അനന്ത് ചോദിക്കുന്നുണ്ട്. എന്താ ടെസ്റ്റ് ശിശുവിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷിക്ക് ആ ചോദ്യം അത്ര അങ്ങ് ദഹിക്കുന്നില്ല. ഇത് എന്റെ ടെസ്റ്റ് ശിശു ഒന്നല്ല, ഇത് ഞാൻ പ്രസവിച്ച മോളാണെന്ന് പറയുകയാണ്. ഓ, നൊന്ത് പ്രസവിച്ചു എന്നിങ്ങനെ അവകാശപ്പെടാം അല്ലേ? ഇതിന്റെ അച്ഛൻ ഈ ഭൂമിയിലുള്ളത് തന്നെയാണോ അതോ അന്യഗ്രഹത്തിലോ? ഈ ഭൂമിയിൽ നമ്മളെപ്പോലൊരു മനുഷ്യൻ തന്നെയാണ് ഇതിന്റെ അച്ഛൻ. മീനാക്ഷി ചെറിയൊരു ദേഷ്യത്തോടെ പറയുന്നു. മീനാക്ഷി അപ്പോ എല്ലാവരോടും വഴക്കിടും അല്ലേ? എന്നെപ്പോലെ തന്നെ. ഞാൻ അനന്തവേട്ടനെ പോലെ ആരോടും വഴക്കൊന്നിടാറില്ല, ആരുടെയും മനസ്സ് വേദനിപ്പിക്കാറില്ല. സത്യമാണോ മീനാക്ഷി പറയുന്നു? കുഞ്ഞിനെ വിട്ടു ചോദിച്ചാൽ വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ മീനാക്ഷി വിട്ടുകൊടുക്കുമോ? ഇതെന്റെ കുഞ്ഞല്ലേ, ഞാൻ എന്തിനാ വിട്ടുകൊടുക്കും? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് മീനാക്ഷി എത്ര പേരോട് വഴക്കിട്ടിട്ടുണ്ട്? സ്വന്തം അച്ഛനോട്, അമ്മയോട്, കുടുംബത്തിലെ എല്ലാവരോടും അല്ലേ? അനന്തവേട്ടന് ഇപ്പൊ എന്താ വേണ്ടെന്നിങ്ങനെ മീനാക്ഷി ചോദിക്കുമ്പോ അപ്പോ മീനാക്ഷിക്ക് തന്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അതായത് ആര് വിഷമിച്ചാലും മീനാക്ഷിക്ക് തന്റെ കാര്യങ്ങൾ നേടിയെടുക്കണം. പൊസസീവ്നെസ് എല്ലാവർക്കും ഉണ്ടട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു ആണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. മീനാക്ഷിക്കാണെങ്കിൽ അനന്തു വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാവുകയാണ്. കഴിഞ്ഞ ദിവസം അവന്റെ ഉറക്കം കെടുത്തിയതിന് പകരം ചോദിക്കാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മീനാക്ഷിക്ക് മനസ്സിലാവുന്നു. പിന്നീട് മീനാക്ഷി ആണെങ്കിൽ രാവിലെ തന്നെ അമ്പിളി ചേച്ചിയെ കാണാനായിട്ട് പോകുന്നു. അവരാണെങ്കിൽ എന്തോ ബുക്ക് വായിച്ച് സ്നാക്സും മറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷിക്ക് വേണോ എന്ന് അമ്പിളി ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട ചേച്ചി, ചേച്ചി കഴിച്ചോ. പിന്നെ ഞാൻ ജങ്ക് ഫുഡ്സ് ഒന്നും അധികം കഴിക്കാറില്ല. അല്ലെങ്കിൽ അനന്തവേട്ടൻ എന്നെ കണ്ടിട്ട് പറഞ്ഞത് തടിച്ചു പോയല്ലോടി മനസ്സിലാവുന്നില്ല എന്നാണ്. അതിനിടയിൽ ഇതുകൂടി കഴിച്ചാൽ കൂടുതൽ തടിക്കും. അതെ, പെണ്ണുങ്ങളായാലേ കുറച്ച് തടിയൊക്കെ വേണം. പിന്നെ അവനൊരു പെണ്ണിനെ കണ്ടെത്തിയിരുന്നു. ഓ, കോല് പോലത്തെ പെണ്ണ്. എന്താ അനന്തവേട്ടന്റെ പെണ്ണ് സുന്ദരിയാണെന്നാണല്ലോ ചിട്ടയൊക്കെ പറഞ്ഞിരുന്നത്. കണ്ടാ കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പനങ്കോല പോലത്തെ മുടി, പിന്നെ നല്ല പൊക്കവും വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. മുഖത്തും സൗന്ദര്യം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ചേച്ചി പറഞ്ഞത് സൗന്ദര്യം ഇല്ലാന്ന്? ഏ, അത് പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. അല്ല, എന്താ ചേച്ചിയുടെ തീരുമാനം? ഞാൻ പറഞ്ഞല്ലോ, ഡിവോഴ്സ്. അല്ലെങ്കിൽ ശ്രീയേട്ടൻ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് മാപ്പ് ചോദിക്കണം. ശ്രീയേട്ടൻ ഇങ്ങോട്ട് വന്ന് മാപ്പ് ചോദിച്ചാ ചേച്ചി പോവോ? ഞാൻ പോവും. ശ്രീയേട്ടൻ വന്നില്ലെങ്കിൽ വരുമടി, ആളൊരു പാവാണെന്ന് പറയുന്നു. എന്തായാലും ശ്രീയേട്ടൻ ഉറപ്പായിട്ടും വരും. അങ്ങനെ മീനാക്ഷിക്ക് മനസ്സിലാവുകയാണ് അമ്പിളി ശ്രീയേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഡിവോഴ്സ് ആഗ്രഹിക്കുന്നില്ല എന്നും. അതുകൊണ്ട് തന്നെ അവൾ ഗോപിച്ചെറിയച്ചനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിക്കുക. പിന്നീട് വളരെ സങ്കടത്തോട് കൂടിയിട്ട് തുളസിയാണെങ്കിൽ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഗോപിച്ചെറിയച്ചൻ അത് കാണുകയാണ്. തുളസി തരണോ? എന്താടാ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്നുമില്ല, വെറുതെ വന്നതാ. കൊച്ചുമോളെയും മകളെയും കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? വാ, അകത്തേക്ക് വാ. ഇവിടെ അവർക്ക് ഒരു കുറവുമില്ല, അതറിയാമല്ലോ. അങ്ങനെ അകത്തേക്ക് പോകുമ്പോ അവിടേക്ക് ലക്ഷ്മിയും വരികയാണ്. ആരത്? തുളസി ചേട്ടനോ? എന്താ വിശേഷിച്ച്? ഞാൻ കൊച്ചുമോളെയും മോളെയും നോക്കുന്നില്ലെന്ന് അറിയാൻ വേണ്ടി വന്നതാണോ? ഒരു കുറവും വരുത്താതെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അല്ല, മീനാക്ഷി അവിടെ? അവൾ അകത്തുണ്ട്. അങ്ങനെ മീനു അങ്ങോട്ട് വരികയാണ്. അച്ഛനത് ഇപ്പൊ എത്തിയുള്ളൂ മോളെ. എന്താ അച്ഛാ, എന്തെങ്കിലും വിശേഷമുണ്ടോ? ഗോപിയും ചോദിക്കുന്നുണ്ട്. എന്താടോ, എന്തെങ്കിലും ഭീഷണിപ്പെടുത്തലോ കേസോ മറ്റുണ്ടോ? അതൊക്കെ ഉണ്ടാവുമല്ലോ, അവര് നമ്മളെക്കാൾ പണക്കാരാണ്. ഓഹോ, നമുക്കെന്താ പണമില്ലേ? അതല്ല ഗോപിച്ചേട്ടാ, എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം. അങ്ങനെ കുഞ്ഞെവിടെയെന്ന് മീനാക്ഷിയോട് ചോദിക്കുമ്പോൾ മീനു പറയുന്നുണ്ട് അവള് റൂമിനകത്ത് കളിച്ചിരിക്കുകയാണെന്ന്. ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് കല്ലുമുളയെന്ന് വിളിക്കുമ്പോൾ വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാമെന്ന് പറയുകയാണ്. അങ്ങനെ മീനാക്ഷിയോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് തുളസീധരൻ. ഇത് കേട്ട് മീനാക്ഷി ആണെങ്കിൽ ആകെ ഷോക്കാവുന്നു. നമ്മളപ്പോ ഒളിച്ചൊടിയിട്ട് കാര്യമില്ല അല്ലേ അച്ഛാ? ഇപ്പൊ തന്നെ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നു. അതേടി, അതാ നല്ല ആലോചന. നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോകാം. നമ്മൾ കാരണം കൊണ്ട് ഒരിക്കലും ഈ വീട്ടിൽ പോലീസ് കയറി ഇറങ്ങരുതെന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞുമായിട്ട് റെഡിയാവാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനു മുമ്പായിട്ട് ചിറ്റയോടും ഗോപിച്ചെറിയച്ചനോടും പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടാളും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എടോ, ഇവിടേക്ക് പോലീസ് വന്നാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഗോപിച്ചെറിയച്ചൻ പറയുകയാണ്. അതങ്ങനെയല്ല, എവിടെയായാലും ഞങ്ങൾ ഇത് ഒറ്റയ്ക്ക് നേരിട്ടേ മതിയാവൂ. പിന്നെ അവിടെ എന്തിനും പോകുന്ന നാട്ടുകാരുണ്ട്. ആരെങ്കിലും വരികയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവരിടപെടുമെന്നൊക്കെ പറയുകയാണ്. എന്നാലും ഒരു കഷ്ടകാല സമയത്ത് ബന്ധുക്കളായിട്ടുള്ള ഞങ്ങൾ സഹായിച്ചില്ലെന്ന് പറഞ്ഞാൽ മരിക്കുവോളം ഞങ്ങൾക്ക് അത് തന്നെ ഒരു മനസ്സമാധാനക്കേടാവുമെന്ന് ചിറ്റയും ഗോപിയേട്ടനും പറയുമ്പോൾ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുണ്ടെന്ന് പറഞ്ഞ മീനാക്ഷിയും നമ്മുടെ തുളസീധരൻ നന്ദി പറയുകയാണ്. നന്ദിയൊന്നും വേണ്ട, പക്ഷെ ആപത്ത് ഘട്ടത്ത് നമ്മൾ കൈവിടുക എന്ന് പറയുമ്പോൾ അത് മോശം കാര്യമല്ലേ എന്ന് പറയണം. എന്തായാലും മീനാക്ഷി പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞുമായിട്ടും സ്ഥിരമായിട്ട് താമസിക്കാൻ വന്നല്ലോ, താൽക്കാലികമല്ലേ, എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകണം. അതുകൊണ്ട് ഇപ്പൊ തന്നെ ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ തുളസീധരൻ മീനാക്ഷിയെയും കുഞ്ഞിനെയും റെഡി ആവാനായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറയാണ് ഗോപിയേട്ടൻ തുളസീധരനോട്. പണം മറ്റോ വേണമെങ്കിൽ വിളിക്കാൻ കേട്ടോ. പണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോ
കല്ലുമോളെ വിട്ടുകൊടുക്കുന്നത് ആലോചിക്കുമ്പോഴാണ് ആകെ സങ്കടം എന്നൊക്കെ പറയുന്നുണ്ട് തുളസീധരൻ. അങ്ങനെ അയാളാണെങ്കിൽ ഗോപി ചെറിയച്ഛന് മുന്നിൽ മനസ്സ് തുറക്കുകയാണ് ചെയ്യുന്നത്, തന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞുമായി റെഡി ആയതിനു ശേഷം അമ്പിളിയുടെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്പിളി ചേച്ചി ശ്രീയേട്ടൻ വന്ന് വിളിച്ചപ്പോ ശ്രീയേട്ടൻ വരുമെന്ന് തോന്നുന്നില്ലടി. ചേച്ചി, ശ്രീയേട്ടൻ ഉറപ്പായിട്ടും വരും. പിന്നെ ചേച്ചി ശ്രീയേട്ടനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മഞ്ഞ കണ്ണട മാറ്റി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചിക്ക് കാണാൻ പറ്റും അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എത്ര സ്ത്രീ പുരുഷ ബന്ധങ്ങളുണ്ട്, എല്ലാം അവിഹിതമാണെന്ന് കണക്കാക്കാൻ പറ്റുമോ ചേച്ചി? ചേച്ചിയുടെ ഫോണിൽ തന്നെ എത്ര പേരുടെ നമ്പേഴ്സ് ഉണ്ട് ആണും പെണ്ണുമായിട്ട്? ശ്രീയേട്ടൻ എപ്പോഴെങ്കിലും ചേച്ചിയുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ എനിക്കറിയില്ലടി, ഞാനറിയാതെ കാണുമായിരിക്കും. അതൊക്കെ പോട്ടെ, ചേച്ചിയോട് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? എത്ര നേരം സംസാരിച്ചോ എന്നോ മറ്റോ? ഇല്ലല്ലോ. അപ്പോ ചേച്ചിയും ശ്രീയേട്ടൻ ഒരിക്കലും മഞ്ഞക്കണ്ണടയിട്ട് കാണരുത്. അയാൾ പാവാണെന്നല്ലേ ചേച്ചിയും പറയുന്നത്? അപ്പൊ പിന്നെ ശ്രീയേട്ടനും ഒരു മാപ്പൊക്കെ അർഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് അമ്പളിക്കാണെങ്കിൽ തന്റെ മനസ്സ് ശ്രീയേട്ടനോട് ക്ഷമ ചോദിക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കില്ല, ശ്രീയേട്ടൻ ഇങ്ങോട്ട് വന്നാൽ ചോദിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ചെറിയച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് പ്രഷർ ചെലുത്തേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല, ശ്രീയേട്ടൻ വൈകാതെ തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നു. അങ്ങനെ മീനാക്ഷി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ മക്കളെ മറന്ന് ഒന്നും ചെയ്യരുത് ചേച്ചി. മക്കൾക്ക് വേണ്ടി ജീവൻ കളയുന്ന കൂട്ടത്തിലാണ് മൃഗങ്ങൾ പോലും. അക്കൂട്ടത്തിൽ നമ്മൾ മനുഷ്യന്മാർ കുറച്ചും കൂടി മുന്നിലാണെന്ന് മാത്രം. സ്വന്തം മക്കളെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കണം, അതായിരിക്കണം ഒരമ്മ. അങ്ങനെ അമ്പിളിയാണെങ്കിൽ വേഗം തന്നെ കല്ലുമുള എടുക്കുന്നുണ്ട്. എന്നിട്ട് അവളെ കൊഞ്ചിക്കുകയാണ്. അതിനുശേഷം നന്നായി തന്റെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും കല്ലുമുളും ലക്ഷ്മിയും ഇറങ്ങുന്നുണ്ട്, മീനാക്ഷിയും ഇറങ്ങുന്നു. പിന്നീട് തുളസീധരനാണെങ്കിൽ നമ്മുടെ ഗോപിനാഥനോട് താങ്ക്സ് പറയാൻ നിൽക്കുമ്പോൾ നന്ദിയൊന്നും വേണ്ടടോ, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ചെറുതാക്കരുതെന്ന് പറയുകയാണ്. പിന്നീട് കല്ലുമോളോട് മീനാക്ഷി പറയുന്നുണ്ട്, ചിറ്റയോടും ചെറിയച്ഛനോടും താങ്ക്സ് പറയേ, എന്തൊക്കെ വെച്ച് തന്നതാ നിനക്ക് അടപ്രഥം, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, കല്ലുമോൾ എപ്പോഴാ ഇനി ഇങ്ങോട്ട് വരിക എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ അമ്പിളിയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഗോപിച്ചെറിയച്ചൻ പറയുന്നുണ്ട്, അത് അങ്ങനെ ഒരു ജന്മം, എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോ തന്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അമ്പിളിയെ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മറ്റാരോടെങ്കിലും ചോദിച്ചാൽ ഞങ്ങളെപ്പോലുള്ള അച്ഛനും അമ്മയും ഉണ്ടാകും. പക്ഷെ തന്നെ പോലെ ഇതിപ്പോ ആരെ ചൂണ്ടിക്കാണിക്കാനാണ്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടെങ്കിലും ചോദിക്കാമായിരുന്നു ഇതിന്റെ ഒരു പരിഹാരം. പക്ഷെ അതുമില്ലല്ലോ. താൻ എന്തായാലും ധൈര്യമായിട്ടിരിക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് തുളസിയെയും മീനാക്ഷിയെയും യാത്രയയക്കുകയാണ്. ഓട്ടോ ഉമ്മർത്തുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും അവരാണെങ്കിൽ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.